Sarat. Hariom. Hariom Swamini. Swamini, ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. ബുക്ക് എൻ്റെ കയ്യിലില്ലാതായി പോയി. ഞാൻ ഇപ്പം എനിക്കത് റെഫർ ചെയ്യാനായിട്ട് അല്ല സ്വാമിനിയമ്മ, എനിക്ക് കയ്യിൽ ഇന്ന് ബുക്ക് എടുക്കാനായിട്ട് എനിക്ക് കയ്യിലില്ല ഇപ്പൊ ബുക്ക്. അപ്പൊ ജസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് ബെസ്റ്റ് ഒരു കുറച്ചു നേരം പറഞ്ഞു. We will come into that other aspect of it. അപ്പൊ ഇന്ന് വായിക്കുന്നതായിരുന്നല്ലോ എന്തായിരുന്നു, മാത്തമാറ്റിക്സിനും ഒരു ഷോർട്ട് ഓഫ് ദ ആബ്സല്യൂട്ട്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് മാത്തമാറ്റിക്സിന് വൈൽഡ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ സയൻസില്. We have in all the subjects, right from genetics, engineering, biology, and then afterwards we have chemistry, physics. ഇതിലെല്ലാവർക്കും മാത്സ് ബേസ് വേണമല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എണ്ണത്തിന്റെയും മെഷറിന്റെയും എല്ലാം ഇവിടെ മെഷർ ചെയ്യണമെങ്കിലും ഓർഡറിന്റെ കാര്യവും എല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഈ പഠിക്കുന്ന ഈ പല വിഷയങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷനും ഇതിനൊക്കെ നമുക്ക് ഈ പല സയന്റിഫിക് സയൻസ് discipline of science we need it. Even in fact, even the humanitarian aspect, humanities our study of humanities also it is required, especially the finance section and all the other parts you will need all that. Appo this kind of ഈ mathematics നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വൈൽഡ് ആപ്ലിക്കേഷൻ ഉള്ള ഈ മാത്തമാറ്റിക്സ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പം ഒരു അതിന് ചില what you call that എന്താണ് അവിടെ ഷോർട്ട് കമ്മിങ്സ് വരാനുള്ള സാധ്യത. ബിക്കോസ് മാത്തമാറ്റിക്സ് ഫോൾസ് ഷോർട്ട് ഓഫ് ദ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് വരുമെന്ന് പറഞ്ഞാൽ അത് കുറെ കാലത്തേക്ക് നിലനിൽക്കുന്നില്ല. മീൻ വൈൽഡ് ആപ്ലിക്കബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെറിയ ചില ആസ്പെക്ട്സിൽ ചില കണ്ടുപിടുത്തങ്ങള് പിന്നെ എല്ലാ കേസുകളിലും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോലെ. അപ്പൊ അങ്ങനെ ഒന്നുള്ളതാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിലുണ്ട്. അപ്പൊ ഈ രണ്ട് ബ്രാഞ്ച് ഓഫ് ഫിസിക്സില് ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ കണക്ക് ഗണിതശാസ്ത്രവും പിന്നെ ക്വാണ്ടം തിയറി ബേസ് ചെയ്ത് ഉള്ള പിന്നെ ക്വാണ്ടം തിയറിയും ഈ മാറ്റേഴ്സ് വേവ് നേച്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് മാത്സ് വേറെ ഒരു തരമാണ്. അത് മോഡേൺ മാത്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യും. മറ്റേത് അരിത്മെറ്റിക്കലും മറ്റേ ആ രീതിയിലാണ്. മോഡേൺ മാത്സിന് പല കാര്യങ്ങളും ഈ ക്വാണ്ടം തിയറിയിലും ക്വാണ്ടം മെക്കാനിക്സിലും ഉപയോഗപ്പെടും. അങ്ങനെ അതാണ് ദ മീനിങ്. അപ്പൊ ഫിസിക്സിൽ തന്നെ രണ്ട് തലമുള്ളത് ചിലത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ റെസ്ട്രിക്ഷൻ അവിടെ വരുന്നു. അപ്പൊ ഇവിടെ പിന്നെ അങ്ങനെ ആ ഒരു വേറെ ഒരു ആസ്പെക്ട് കൂടി ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ദ കൈൻഡ് ഓഫ് മാത്തമാറ്റിക്സ് യൂസ്ഡ് ഇൻ ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാക്കറ്റ്സ് ഓഫ് എനർജി ആണ് മാത്സ്. പിന്നെ എനർജി ട്രാവൽസ് ഇൻ ഫോം ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വന്ന് പിന്നെ ക്വാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്ററിന്റെ ചെറിയ ചെറിയ കണികകളായിട്ടുള്ളത് മാറ്റർ വേവ്സ് ഉണ്ടെന്നും ആറ്റത്തിന്റെ ഏറ്റവും ചെറിയ ആറ്റത്തിന് ഉള്ളിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനും വേവ് നേച്ചർ ഉണ്ട്. പിന്നെ അതിന് ആ മാറ്റർ വേവ്സും ലൈറ്റ് വേവ്സും തമ്മിൽ ഒരു സാമ്യമുണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സ് പോകുന്നത്. പക്ഷേ ആ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങോട്ട് കൂടുതൽ പോകുന്നതിന് മുമ്പേ ക്വാണ്ടം തിയറി ഓഫ് മാക്സ് പ്ലാങ്കിൽ നിന്നും തന്നെ ആ തിയറിയും പിന്നെ മറ്റേത് തിയറി ഓഫ് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇത് രണ്ടും ഇതിനകത്ത് മാത്സ് ഉണ്ട്. പക്ഷെ എന്താണ് ഇതിനകത്ത് ഈ രണ്ട് തിയറി അവര് ഫിസിക്സിലെ ഈ രണ്ട് തിയറി ഒന്നാക്കാൻ നോക്കി. These two theories have to be fitted into a unified field theory.
എന്താ ഏകോപിക്കുക എന്നാണോ പറയുന്നത്, ഒന്നാക്കുന്നതിന്. അപ്പൊ ഈ രണ്ട് തിയറിയെ ഏകോപിച്ച്, അതായത് പിന്നെ ക്വാണ്ടം തിയറിയും ലൈറ്റ് ട്രാവൽ ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി, അങ്ങനെ അപ്പൊ ലൈറ്റ് വേവ്സും പിന്നെ മാറ്റർ പാർട്ടിക്കിൾസിന്റെ വേവ്സും സാമ്യമുണ്ട്. അത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് പോകാതെ ക്വാണ്ടം തിയറി എന്ന് പറയുന്നതും ഈ ഐൻസ്റ്റൈൻസ് പിന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇത് രണ്ടിനെയും ഏകോപിക്കാൻ നോക്കിയപ്പം യൂണിഫൈഡ് ഫീൽഡ് തിയറി ആക്കാൻ ശ്രമിക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കിയവരെ ഈ മാത്തമാറ്റിക്സ്, ഇതിനകത്തെ ഈ രണ്ടിലെ മാത്തമാറ്റിക്സും യൂണിഫൈഡ് ആക്കണം, അതും ഏകോപിക്കണം. അപ്പോ അത് പറയുന്നതിനൊപ്പം ഐൻസ്റ്റൈൻ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ആസ് എ ഫിസിസിസ്റ്റ്, അതായത് അദ്ദേഹം പറയുന്നത് അവരുടെ എന്താണോ എപ്രയോറി അല്ല പോസ്റ്റീരിയോറി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ കാൽക്കുലേഷനോ എന്തെങ്കിലും എംപിറിക്കൽ ആയിട്ടുള്ളതോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് അവർക്ക് അതിലാണ് കൂടുതൽ വിശ്വാസം. സോ ഐൻസ്റ്റൈൻ ആൻഡ് others insisted on remaining physicist first. അതായത് മോഡേൺ സയന്റിസ്റ്റിന്റെ പോലെ ആയിരിക്കണം ആദ്യം, ആൻഡ് ദെൻ ഓൺലി ഫിലോസഫർ, ഇഫ് അറ്റ് ഓൾ ഓൺലി ആഫ്റ്റർവേർഡ്സ്. അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. So even so, Einstein admits the need for bringing these two rival theories under one and the same mathematical formula. ഇങ്ങനെയൊക്കെ ആയാലും അദ്ദേഹത്തിന് ഇത് യൂണിഫൈ ആകണം എന്നിട്ട് അദ്ദേഹം പറയുന്നു അതിനെ സംബന്ധിച്ച്. But the idea that there are two structures of space independent of each other, that is gravitational and K system, meter, kilogram, പിന്നെ സെക്കൻഡ്സ്, ആ അളവ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. മെട്രിക് സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുന്ന മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ഒക്കെ അത് ഗ്രാവിറ്റേഷനിലും പിന്നെ വേറൊരു ഫീൽഡുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. ഇത് രണ്ടും ഇതിനകത്തെ സ്പേസ് ഐഡന്റിഫിക്കേഷൻ അതെടുത്ത് നോക്കുമ്പം ഈച്ച് വൺ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി അതർ. അപ്പൊ ദാറ്റ് വാസ് പിന്നെ അദ്ദേഹം പറയാണ് the structure of space related to this gravitational concept and the gravitational field and the electromagnetic field, അത് രണ്ടും സ്പേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അത് രണ്ടും വ്യത്യസ്തമായിട്ട് ഉള്ളത് അവർക്ക് രണ്ട് സ്ട്രക്ചേഴ്സ് ആണ്. അതിന് രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് സ്പേസ്, ഈ രണ്ട് ഫീൽഡിനെ സംബന്ധിച്ചെന്ന്. അത് പലർക്കും തിയറട്ടിക്കൽ ആയിട്ടുള്ള ഫിസിസിസ്റ്റിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. They could not accept it. അതിനോട് യോജിച്ചു പോയില്ല അവർ. We are forced to the belief that both sorts of field must correspond to the verified structure of space. അപ്പൊ ഇത് രണ്ടും പിന്നെ റിലേറ്റിവിറ്റിയും പറയുന്നതും പിന്നെ ഈ ക്വാണ്ടം തിയറിയും ഈ രണ്ടും കൂടിയാണോ യോജിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്? അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യവും നമ്മൾ അതെനിക്ക് മനസ്സിലായിട്ട് അത് ഞാൻ ഇങ്ങനെ വായിച്ചു. ബട്ട് വൈ പീപ്പിൾ ഒപ്പോസ് ടു ദാറ്റ് അത് എനിക്കറിയില്ല. അതിന് കുഡ് ബി അതാണ് അവർ പറയുന്നത്. കാരണം റിലേറ്റിവിറ്റി തിയറി നമുക്ക് മോർ അസോസിയേറ്റഡ് ഫിസിക്കൽ, ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി അത് മറ്റേത് മാത്സുമായിട്ട് രണ്ടും കൂടി യോജിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അദ്ദേഹം ശ്രമിച്ചത്, അല്ലെ? മാത്സും ഫിസിക്സും. അതായത് ഈ രണ്ട് തിയറിയുടെ മാത്സ് ബേസില് അതിന്റെ ബേസ് ചെയ്തിരിക്കുന്ന മാത്തമാറ്റിക്സ് അത് രണ്ടും യോജിക്കാൻ നോക്കിയപ്പോഴാ അപ്പോ നമുക്ക് മാത്സില് സ്പേസിനെ സംബന്ധിച്ച് XYZ കോർഡിനേറ്റ്സും ടൈമും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഗ്രാവിറ്റേഷനിൽ പറയുമ്പം ഒരു യൂണിറ്റ് ഇങ്ങനെ ചലിക്കുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് ചലിക്കുന്നു, അതിന്റെ സ്പേസ് ഡീറ്റെയിൽസും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ല,
ഇലക്ട്രോമാഗ്നറ്റിക്, അതായത് ഗുരുത്വാകർഷണ ശക്തി അതിന്റെ ആ ഫീൽഡും ഇലക്ട്രോമാഗ്നറ്റിക്, അതായത് ഇലക്ട്രിസിറ്റി ഒഴുകുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡും വൈസ് വേഴ്സ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പൊ ആ ഫീൽഡിന്റെ പിന്നെ ഉള്ള ആ സ്പേസും അവിടെ എന്താ സംഭവിക്കും, ആ സ്പേസിനെ ഡെപിക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ കോർഡിനേറ്റ്സ്, അവിടെ ഒരു വ്യത്യാസം വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഇവിടെ തിയററ്റിക്കൽ ഫിസിക്സിന് അത് മാത്സ് ബേസ് യോജിപ്പിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസം തോന്നും, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പൊ അതിന് നമുക്കറിയാം അതിന്റെ സ്പേസിന്റെ കോൺസെപ്റ്റ് മാത്സിലുള്ളതും ഫിസിക്സിലുള്ളതും രണ്ടും വ്യത്യസ്തമായിട്ടാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. മെട്രിക്, അതായത് നമ്മളിപ്പോ മീറ്റേഴ്സ് എടുക്കുമ്പം അത് ഫർഗെറ്റ് അബൌട്ട് ദി യൂണിറ്റ്, ബട്ട് അതാണ് സ്പേസിന്റെ റിക്വയർമെന്റ്സും അത് വെച്ച് അതിന്റെ എക്സ്പ്രഷൻ, സ്പേസിന്റെ ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏത് പാരാമീറ്റേഴ്സ് വെച്ചാണ് ഉള്ളതിൽ ആ വ്യത്യാസം വരുമ്പോൾ കണക്കിലും വ്യത്യാസം വരും കുറച്ച്. അപ്പൊ അതുകൊണ്ട് അവർക്ക് തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പം അവർ കൂടുതൽ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യത്തില്ല, ശകലമെല്ലാം ചെയ്യും, പക്ഷെ കൂടുതൽ ഡിഡക്റ്റീവ് ടൈപ്പ് ദേ വിൽ ഡു. അപ്പൊ അങ്ങനെ വരുമ്പം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലോസ് സ്ക്രൂട്ടിനി ഓഫ് ദീസ് വേർഡ്സ് will easily reveal that the motive behind it. അപ്പൊ ഇദ്ദേഹത്തിന് യൂണിഫൈഡ് ഫീൽഡ് തിയറി ഉണ്ടാക്കണം, അതിനകത്ത് ഇദ്ദേഹത്തിന്റെ റിലേറ്റിവിറ്റിയും പിന്നെ ഇലക്ട്രോമാഗ്നറ്റിസവും ആ രണ്ട് ഫീൽഡും what you call the theory of relativity, what you call that the other one, the electromagnetism, അതും ഇപ്പൊ എല്ലാ ഇലക്ട്രോൺസ് തന്നെ എടുത്താൽ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും ഉണ്ട്, അതിന് മാഗ്നറ്റിസവും ഉണ്ട്, അതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ക്വാണ്ടം തിയറിയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുമ്പം അത് ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ ക്വാണ്ടം തിയറി തന്നെയാണ്. മനസ്സിലായോ? bringing relativity and electromagnetism together എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ the kind of mathematics used in quantum theory, ആ ക്വാണ്ടം തിയറിക്കകത്ത് ഉള്ളത് ആ ക്വാണ്ടം തിയറി ഓഫ് മാത്സ് പ്ലാൻ ആൻഡ് ഓൾസോ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ബ്രിങ്ങിങ് റിലേറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം ടുഗെദർ ഇൻ ടു വൺ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ഇസ് നോട്ട് ഓൾ ടുഗെദർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഫിസിക്സ് അലോൺ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കാൽക്കുലേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പം അത് കുറച്ചുകൂടി നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ സ്റ്റഡിയിലോട്ട് കുട്ടികൾ വരുമ്പോൾ അതിനകത്തെല്ലാം വ്യത്യസ്തമാണ്. കാരണം അത് സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പോ മൈന്യൂട്ട് ആയിട്ടുള്ള തരത്തിലുള്ളതാണ്. അവിടെ അപ്ലൈ ചെയ്യുന്ന മാത്സ് ടോട്ടലി ഡിഫറെന്റ് ആണ്, മോഡേൺ മാത്സ് ആണ്. ഈ സെറ്റ് വേണം, സെറ്റിൽ നിന്നും ഫീൽഡ്, ഗ്രൂപ്പ് പിന്നെ മാട്രിക്സ്. അപ്പോ ആ സ്ഥലത്തിൽ പോയിട്ട് ആ മോഡേൺ മാത്സ് എല്ലാം ഉപയോഗിക്കണം. അപ്പോ ഇത് രണ്ടും ചേർന്ന് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ഏകോപിപ്പിക്കാൻ അല്പം പാടാണ്. ആൻഡ് ഫിസിക്സ് ആളുകൾക്ക്, നമുക്ക് തന്നെ സ്റ്റുഡൻസിന് തന്നെ ബുദ്ധിമുട്ടാണ് ഇത് രണ്ടായിട്ട് മനസ്സിലാക്കാൻ. അപ്പൊ ഫിസിസിസ്റ്റ് ഓൾസോ ഫൈൻഡ് they are sort of somewhat they don't ഒരു വെറുപ്പുണ്ട് അവർക്ക്, അതിന് ഒരു റിപ്പഗ്നൻസ് ഉണ്ട്, ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഫിസിസിസ്റ്റ് തന്നെ. സോ അപ്പോ അങ്ങനെ വരുമ്പം ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് യൂണിഫൈ ചെയ്യാന് ഇതെല്ലാം. അപ്പൊ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, എന്താ ഇവര് പറഞ്ഞത്, ബേസിക്കലി ഐൻസ്റ്റൈന് തന്നെ പറഞ്ഞത്രേ ഫിസിസിസ്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണം, പിന്നെ ഫിലോസഫർ ആകാവൂന്ന് പറഞ്ഞില്ലേ. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാം, ദ ലവ് ഓഫ് യൂണിഫൈങ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ് is the task of a philosophical mind rather than that of a mere physicist who can live perceptible things
to speak for themselves. മനസ്സിലായോ? അപ്പൊ ഇത് ആരാ പറയുന്നത്? ഇത് നമ്മുടെ ഓത്തർ ആയിരിക്കും പറയുന്നത് ഈ സെന്റൻസ്. അപ്പോ അതാണ്. അപ്പോ ഇതിന് മുമ്പേ പറഞ്ഞ കാര്യം എന്താണ്? യൂണിഫൈഡ് കൊണ്ടുവരാന് ഫിസിക്സിന്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, അവർ ഫിസിസിസ്റ്റ് മാത്രം അതൊക്കെ അവർ പിടിച്ചോണ്ട് പറഞ്ഞാൽ അത് ശരിയാവത്തുമില്ല. അത് ഫിസിസിസ്റ്റിന്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല. കാരണം യൂണിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഏകോപിക്കുക, എല്ലാത്തിനെയും ഏകോപിക്കുക എന്ന് പറയുന്നത് അത് കൂടുതലും ആ മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ആ ഫിലോസഫിക്കൽ മൈൻഡ് ഉള്ളതാണ്, rather than a pure physicist who only depend upon a posteriori perception. മനസ്സിലായോ? അപ്പം അല്ലേ, അത് വായിച്ചപ്പം അത് ബുക്ക് കൊണ്ടുവന്നില്ലല്ലോ. അന്നേരം റിമെമ്പർ ദാറ്റ് കമന്റ് ഓൺ ദി ഓത്തർ, ഓർക്കുന്നുണ്ടോ? ഓത്തർ കമന്റ് ചെയ്ത പോയിന്റ്. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞതാണ്. കാരണം ശരിക്കും ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഐൻസ്റ്റീൻ ആണെങ്കിലും ഹി റിമെയിൻസ് എ ഫിസിസിസ്റ്റ്. ആ ഒരു ഫിലോസഫിക്കൽ ഇതില് ഈവൻ ദോ he wanted a unification of the thing, he couldn't go further. കാരണം അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ they are saying there was lot of opposition to the thing. And അതിനകത്ത് പിന്നെ ബർഗ്സന്റെ കാര്യം പറയുന്നില്ലേ? ബർഗ്സൺ actually he wrote about the necessity of unification, and he at times also criticized also, അല്ലെ? എന്താ ഷോർട്ട് കമ്മിങ് ഉള്ളത്? ഐൻസ്റ്റൈൻ അവിടെ എന്തായിരുന്നു ആ ഷോർട്ട് കമ്മിങ് ഉള്ളത് അവിടെ പറയുന്നുണ്ട്, അടുത്ത സബ്സിക്വന്റ്ലി പറയുന്നുണ്ട്, ഇല്ലേ? അപ്പോ കുറിച്ച് ഒന്ന് രണ്ട് ഓതേഴ്സിന്റെ പേരും പറയുന്നുണ്ട്. അതായത് ഐൻസ്റ്റൈന്റെ ആ അംബിഷൻ യൂണിഫൈഡ് ഫീൽഡ് തിയറി ഉണ്ടാക്കാൻ നോക്കിയിട്ടും അത് സക്സസ്ഫുൾ ആയില്ലെന്നുള്ളത്, ഇല്ലേ? അത് സക്സസ്ഫുൾ ആയില്ല. ആൻഡ് രണ്ട് വർക്ക്സ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. they try to say comment upon that on that, and they were saying that, and they ഒരു തീസിസ് ഉണ്ടാക്കിയിട്ട് അതിന് അവർക്ക് മറ്റ് ഒരു എതിർപ്പോ റിസർവേഷൻ ഏതാണ്ട് ഉണ്ടാകും. that was not feasible എന്ന രീതിയിൽ ആണ് അവർ കൺക്ലൂഡ് ചെയ്തത്. അതെ അതായത് there was one what is a thesis called some findings of the unified field theory of Einstein. അപ്പോൾ ആ തിയറിയിൽ ആ thesis written by Marcel Lenoir and presented to the University of Paris in 1962. അവർക്കും ഇതിനെ കുറിച്ച് ഒരു എതിർപ്പുണ്ടായിരുന്നു. I refer to the above as clearly stated as follows. അപ്പൊ താഴെ പറയുന്നുണ്ട് അവര്, the great difficulties which this theory comes up against seriously limit the expectation that it had raised. അപ്പോ അതിൽ ചില ആ തിയറി അങ്ങനെ പ്രപ്പോസ് ചെയ്തെങ്കിലും അത് ചില കാര്യങ്ങൾ ആ അടിസ്ഥാനപരമായിട്ട് വേണം എന്ന് പറഞ്ഞ കാര്യം അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. Meanwhile, proposing to unite the field theory asymmetrically to the effects of spin. അപ്പൊ അതിനെ സംബന്ധിച്ച് ചില സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് ചില പുതിയ ചോദ്യങ്ങളും ചെറിയ സംശയങ്ങളോ ഒക്കെ ഇട്ടപ്പോ പിന്നെ ഒരു കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ഐൻസ്റ്റൈൻ സ്ക്രോഡിംഗർ ഇക്വേഷൻ. ഐൻസ്റ്റൈൻ സ്ക്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് റിലേറ്റിവിറ്റി തിയറിയും. പിന്നെ ഐൻസ്റ്റൈൻ സ്ക്രോഡിംഗർ തിയറി എന്ന് പറയുന്ന ഇതേ തന്നെ ആദ്യം പറഞ്ഞ നമ്മുടെ ക്വാണ്ടം തിയറിയും. അതെ ഇവർ രണ്ടുപേരുടെ നല്ല കോൺഫ്ലിക്ട്സ്, ഗുഡ് ഫ്രണ്ട്സ്, ബട്ട് അല്ലേ? അപ്പം ഇതിന്റെ ലിമിറ്റേഷൻസ് സ്ക്രോഡിംഗർ ആണ് തോന്നുന്നു. ഐ വാസ് റിപ്പീറ്റഡ്ലി പോയിന്റിങ് ഔട്ട്. എന്നിട്ട് ഓരോ പ്രാവശ്യം തിയറീസ് ആർ പ്രപ്പോസ് റിലേറ്റിവിറ്റി തിയറി, പല ലിമിറ്റേഷൻസ് ഹി വുഡ് പോയിന്റ് ഔട്ട്. അങ്ങനെ എന്നിട്ട് പിന്നല്ലേ അദ്ദേഹം എന്താണ് ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് ഹെൻറി ബർഗ്സന്. പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എവിടാണ് ഐൻസ്റ്റൈൻ പിന്നെ ഒരു സയന്റിസ്റ്റ് ആണെന്ന് പിന്നെ ഇൻസിസ്റ്റ് ചെയ്തെങ്കിലും സെൽഫ് പ്രൊക്ലെയിം ചെയ്യുന്നത് പോലെ
പിന്നെന്താണ് ഒരു ഡെമി റിലേറ്റിവിസ്റ്റ് ആയിരുന്നു വിത്ത് യൂണിലാറ്ററൽ അപ്രോച്ച്. അപ്പോ അദ്ദേഹത്തിന്റെ ആ അപ്രോച്ച് അതായത് ഓൺലി ഫ്രം ദാറ്റ് വൺ സൈഡഡ് യൂണിലാറ്ററൽ, അതായത് ഓൺലി ഫ്രം റിലേറ്റിവിറ്റി പോയിന്റ് ഓഫ് വ്യൂവില് മാത്രമായിരുന്നു പുള്ളി എംഫസൈസ് ചെയ്തത് അല്ലേ? അതെ. അപ്പൊ അവിടെ എനിക്കിന്റെ ഷോർട്ട് കമ്മിങ് വന്നത് സ്പേസിന്റെ കാര്യം വേണമേ. അപ്പൊ അദ്ദേഹം എന്താ എടുത്തില്ല, ഈ with a unilateral approach admitting no radical reciprocity between space contraction and time dilation, which must coexist if the mathematics of the Lorentz transformation are to be fully accepted by Einstein instead of being partially adopted for his limited theory of relativity. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ആ ലിമിറ്റഡ് തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ഒരു കണക്കുണ്ട്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ അതിന് ടൈമിന്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ സ്പേസ് മാത്രമല്ല, ടൈമിന്റെ ആ ഡൈലേഷൻ കൂടെ കൺസിഡർ ചെയ്യണമായിരുന്നു. അദ്ദേഹം അത് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതാണ് ബെർഗ്സൺ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതുകൂടെ എടുക്കണമായിരുന്നു. കാരണം ഈ ടൈറ്റിൽ സൈമൾട്ടേനിയസ് എന്ന് പറയുന്ന ഡ്യൂറേഷൻ ആൻഡ് സൈമൾട്ടേനിയറ്റി. അപ്പൊ ആ ടൈം ഫാക്ടർ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതില്ല, അത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കണക്കും ശരിയാകാത്തത്. അവിടെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വാസ് നോട്ട് fully accepted. The mathematics of the Lorentz transformation was not accepted. അതുകൊണ്ടാണ് ബെർഗ്സൺ പറയുന്നത് ടൈം ഫാക്ടറിന് അതിൻ്റെതായ സ്ഥാനം ഈ മാത്തമാറ്റിക്സിൽ കൊടുക്കാത്തത് കൊണ്ടും ആ യൂണിറ്റ് ഫീൽഡ് സ്ട്രക്ചറിലും അത് ബിൽഡപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. അതാണ് ആ പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പോ അതാണ്. അപ്പൊ അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ പിന്നെയും തിരിച്ച് ഈ പോയിന്റിൽ വരും. മാത്തമാറ്റിക്സ് അദ്ദേഹത്തിന്റെ ആ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, ആ കണക്കിന്റെ ആ ഷോർട്ട് കമ്മിങ്, ബട്ട് ഓൾസോ ഹൗ മച്ച് ഷോർട്ട് കമ്മിങ് കുഡ് ബി റിഡ്യൂസ് so as to give to the notion of relativity fully revised in radical status. അത് കുറയ്ക്കായിരുന്നു. എങ്ങനെയാണെന്ന് പിന്നീട് പറയവര്. സപ്പോർട്ടേഴ്സ് ഓഫ് ഐൻസ്റ്റൈൻ ഹാവ് നോട്ട് റിഫ്രെയിൻഡ് ഫ്രം. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പം ബെർഗ്സൺ ഇങ്ങനൊക്കെ കമന്റ് ചെയ്തപ്പം ഐൻസ്റ്റൈന്റെ സപ്പോർട്ടേഴ്സിന് അത് അവർക്ക് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല. അതായത് വെറുക്കുകയും ചെയ്തു, എന്നിട്ട് വിമർശിക്കുകയും ചെയ്തു ബെർഗ്സനെ. And therefore it was a sad consequence that he suppressed his own book, and because it was much misunderstood എന്നും പറഞ്ഞു. മനസ്സിലായി? അപ്പൊ അത് ബെർഗ്സണിന്റെ ബുക്കായിരിക്കും സപ്രസ് ചെയ്തത്. അതിലല്ലേ അമ്മ പറഞ്ഞ ആ ടൈമിന്റെ കോൺസെപ്റ്റ് വന്നിട്ടില്ല. പക്ഷെ ദാറ്റ് when the theory of Einstein was opposed, his supporters was vehemently opposed to that. പിന്നെ ആ ബുക്ക് അദ്ദേഹം റിലീസ് ചെയ്തില്ല. എന്നിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം എവിടെയോ അദ്ദേഹം ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് ഒരു പേപ്പറായിട്ട് കൊണ്ടുപോകും. Then we find therefore that this whole book has been omitted from his collected works, and also there seems to be subtle impediments from unexpected quarters hindering mathematics. അങ്ങനെയാണ് ഈ ഒരു ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ കാര്യത്തില് ശരിയായ രീതിയിൽ പോകാത്തത് കൊണ്ടാണ് പിന്നെ ചിലർക്ക് ഈ മാത്തമാറ്റിക്സിന്റെ പിന്നെ ഒരു ഷോർട്ട് കമ്മിങ് അതുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നത്. മനസ്സിലായി? ചില കാര്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് മാത്തമാറ്റിക്സിനും അതിൻ്റെതായ ഒരു ഷോർട്ട് കമ്മിങ് വന്നതുപോലെ ഉണ്ട്. ആൻഡ് hindering mathematics from attaining a full absolutist status in its own right. Instead, what seems to be wanted is for mathematics to remain merely a handmaiden to physics, which in its own turn is committed to relativism as a quasi-philosophical doctrine. അപ്പോ
അങ്ങനെ അവർക്ക് അതിന്റെ ഫുൾ ആ ഗ്ലോറിയിലോട്ട് മുന്നോട്ട് പോകാന് അബ്സല്യൂട്ട് സ്റ്റേറ്റസ് മാത്സിന് കിട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആ ഫിസിക്സിന്റെ ആ റെസ്ട്രിക്ഷൻസിന്റെ ഇതിൽ ബേസിൽ ഫുൾ ഫ്ലെക്സ്ഡ് ആയിട്ട് അങ്ങനെ മാത്തമാറ്റിക്സിന് അവിടെ ഒരു ഷോർട്ട് കമ്മിങ് ഉള്ളത് പോലെ ഉണ്ട്. ഈ യൂണിഫൈഡ് സ്പീച്ച് തിയറിയുടെ ഫോർമേഷൻ അവിടാണ് ഒരു ഷോർട്ട് കമ്മിങ് ഓഫ് ദ മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിൽ ഉണ്ടാവുന്ന ഒരു ഷോർട്ട് കമ്മിങ് എന്നുള്ളത്. അതുകൊണ്ട് ആബ്സല്യൂട്ട്, സോ മാത്തമാറ്റിക്സ് ഫോൾസ് ഷോർട്ട് ഓഫ് ദ അബ്സല്യൂട്ട് എന്നുള്ള ഒരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് ഇന്ന് തന്നെ എടുക്കണോ? അത്യാവശ്യം സംസാരിച്ചല്ലോ, ബാക്കി നാളെ പോവാം. So we go humbly and surrender ourselves to the all and ever pervading effulgence of the absolute love.